ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 10-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തിങ്കളാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചന്ദ്രൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 11:54 കൂടി കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. തന്മൂലം കുറേ നാളുകാർക്ക് വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. 11:54 എന്നുള്ള സമയം ദേശവ്യത്യാസം അനുസരിച്ച് അല്പം മാറ്റമൊക്കെ വരും കേട്ടോ. അത് കൃത്യസമയമാണെന്ന് എല്ലാ ദേശത്തിലുള്ളവർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ വരും. അതൊക്കെ പഞ്ചാംഗത്തിൽ സൂര്യോദയ സമയം വ്യത്യാസപ്പെടുന്ന പോലെ ഈ സമയത്തിനും വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഗ്രഹസ്ഥിതി ആദ്യമേ പറഞ്ഞു തരാം. ചന്ദ്രൻ സൂര്യോദയ സമയത്ത് മിഥുനൻ രാശിയിലാണെങ്കിലും ഉച്ചയ്ക്ക് 11:54 കൂടി കർക്കിടകൻ രാശിയിലേക്ക് കടന്നു വരുന്നു. കേതു കന്നി രാശിയിൽ നിൽക്കുന്നു. സൂര്യനും ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു. ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു. ശുക്രനും രാഹുവും മീനൻ രാശിയിൽ നിൽക്കുന്നു. വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു. ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്രഫലമാണ് പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം മാതൃഗുണം അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. മാതൃഗുണം അനുഭവത്തിൽ വന്നിരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊണ്ട് നേട്ടമുള്ള ഒരു ദിവസമാണ്. മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുവാൻ മനസ്സുണ്ടാകുന്നൊരു ദിവസമാണ്. യശസ്സ് വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ വാഹനഭാഗ്യം അവർക്കുണ്ടാകുന്നൊരു ദിവസമാണ്. സ്ത്രീകളോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നൊരു ദിവസമാണ്. സമ്പത്തും ബന്ധുബലവും ഒക്കെ അനുകൂലമായി വന്നിരുന്നൊരു ദിവസമാണ്. ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുവാനുള്ളൊരു മനസ്സുണ്ടാവും. വളരെ ആദായത്തിൽ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കുന്നൊരു ദിവസവും കൂടിയാണ്. അങ്ങനെ ഈ ജാതകരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. എന്നാൽ ചെറിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഇവരുടെ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അതുപോലെ ഇവരുടെ തൊഴിൽ മേഖലയിലും ഏതെങ്കിലും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതൊന്നും സൂക്ഷിച്ചാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 11:54 വരെ, അല്ലെങ്കിൽ 12 മണി എന്ന് വെച്ചു, 12 മണി വരെ അനുകൂലമാണെങ്കിലും അതിന് ശേഷം മോശമാകുവാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷ അഭിപ്രായം. കാരണം ഇവരുടെ 2-ാം ഭാവത്തിൽ ചൊവ്വ തനിച്ച് നിന്നാൽ കുടുംബസുഖമോ ധനപരമായ നേട്ടമോ ഒന്നും ഉണ്ടാകത്തില്ല. ഭാഗ്യക്കേടുകളും സ്വസ്ഥതക്കുറവും ഒക്കെയാണ് ജീവിതത്തിൽ വന്നു ചേരുക. എന്നാൽ ഈ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 11:54 വരെ ചന്ദ്രനും ചൊവ്വയും ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ചൊവ്വയുടേതായ ദോഷങ്ങളൊന്നും തന്നെ വന്നു ചേരാതെ നല്ല അനുഭവങ്ങൾ ഇടവക്കൂറുകാർക്ക് വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം മോശമായ സ്ഥിതിയായിരിക്കും. കുടുംബം, ധനം എന്നിവ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കാണെങ്കിലും പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. എങ്കിലും ചന്ദ്രൻ 3-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ ദോഷമൊന്നും വന്നു ചേരാൻ സാധ്യതയില്ലെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കീർത്തിയും സഹോദര ഗുണവും ഒക്കെ ഇവരുടെ അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. ജാതകർ സന്തോഷത്തോടുകൂടി ജീവിക്കുമെങ്കിലും ധൈര്യമില്ലാത്ത ഒരു അനുഭവം അവർക്ക് തോന്നും. എന്തോ ഒരു ധൈര്യക്കേട് അവർക്ക് തോന്നുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇവർ പൊതുവെ സ്ത്രീ സ്വഭാവക്കാരായി മാറും. എപ്പോഴും മുതലാണ്? തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുതൽ ഇവർ സ്ത്രീ സ്വഭാവക്കാരായിട്ട് മാറും. അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. അതായത് ഒരു ധൈര്യമില്ലാത്ത, എന്തിനും ഒന്ന് പുറകോട്ട് മടിക്കുന്ന, അല്ലെ തൻ്റെ ഇടത്തോടുകൂടി ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കുവാനുള്ള ഒരു ഊർജം ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് ഇവർ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ ഇവർക്ക് ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതാവിനും ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ഇവർക്ക് നഷ്ടത്തെ വരുത്തി വയ്ക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ മറ്റു പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാണെങ്കിലും ഇവർക്ക് സുഹൃത്തുക്കൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതാവ് മുഖേനയുള്ള ഭാഗ്യക്കേടുകളും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരാം. ചിലപ്പോൾ പിതാവിനോട് വിരോധിയായി തീരുവാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളൊന്നും വന്നു ചേരണമെന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലാണ് പ്രധാനമായിട്ട് ഇവർക്ക് വന്നു ചേരുക. ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധി
തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയൊക്കെ ആയിരിക്കും ഈ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ 2 പാദം നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകീരൻ 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസത്തെ അനുഭവം. തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ കർക്കിടകൻ രാശിയിലേക്ക് കടന്നു പോവുകയാണ്. അതിനുശേഷം അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്. 2ാം ഭാവത്തിലേക്ക് ചന്ദ്രൻ കടന്നു ചെന്നാൽ പിന്നെ ഇവർക്ക് ധനവരവ്, ധനം ഒഴുകിയെത്തുന്നു. കുടുംബത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ ഭംഗിയായി നിറവേറാൻ ഇവരെക്കൊണ്ട് നിറവേറ്റിയെടുക്കുവാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. നല്ല ഭാര്യ, നല്ല ഭർത്താവ് എന്നുള്ളൊരു ബന്ധം അവരിൽ ഉണ്ടാകുന്നു. അവരുടെ തൊഴിൽ മേഖലയിൽ ഒക്കെ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. ഈ മിഥുനക്കുറുകാരെ സംബന്ധിച്ചൊരു പോരായ്മ ഇപ്പോൾ നിലവിലുണ്ട്. ജാതകർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കും, ആ ധനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്നാൽ ബലമുള്ള ഒരു ചന്ദ്രൻ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നഷ്ടസാധ്യതകൾ വരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അവർ ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ ചെയ്ത് ധനം വിനിയോഗിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് 2ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം, കുടുംബസുഖം പ്രതീക്ഷിക്കാം, മാതൃസുഖം പ്രതീക്ഷിക്കാം, തൊഴിൽപരമായുള്ള നേട്ടം പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ എല്ലാ വഴിക്കും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നേട്ടം തന്നെ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഈ മാതാവിന് ചെറിയൊരു പ്രതിസന്ധി വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും പറയുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്ന ദിവസത്തിലാണ് നമ്മൾ ദുഃഖിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങൾ ചന്ദ്രൻ തന്നാലും ഇപ്പം വൈകുന്നേരം വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ 5 മണി വരെ മാതാവിന് നല്ല ആരോഗ്യവും സ്ഥിതിയും ഒക്കെ തന്നാലും 5 മണി കഴിയുമ്പോൾ ചിലപ്പം പെട്ടെന്ന് മാതാവിന് ഒരു അസ്വസ്ഥയോ പ്രയാസമോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയാണ് ഈ മിഥുനക്കുറുകാർ തിങ്കളാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ ഇവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. ചന്ദ്രൻ ജന്മഭാവത്തിലേക്ക് കടന്നു വരുന്നു. 12ാം ഭാവം വിട്ട് ജന്മഭാവത്തിലേക്ക് കടന്നു വരുന്നു. ബലമുള്ള ചന്ദ്രനാണ് ജന്മഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറി മറിയും. നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. നല്ല ആരോഗ്യമുണ്ടാകുന്നൊരു ദിവസം. അതുവരെ രോഗത്താൽ ഭാരപ്പെട്ടിരുന്നവർക്കൊക്കെ പെട്ടെന്നൊരു മാറ്റം, നല്ലൊരു പോസിറ്റീവ് എനർജി അവരിൽ വന്നു ചേരും. രോഗസൗഖ്യമുണ്ടാകും. ഔദാര്യ മനസ്സ് തോന്നും. സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. സമ്പത്ത് വർദ്ധിക്കും. അവരുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും എല്ലാ അവസ്ഥകളിലും നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ എല്ലാ അനുഭവങ്ങളും മെച്ചമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു ജാതകൻ്റെ തൊഴിൽ, ആരോഗ്യം, ദാമ്പത്യം, ധനം, സ്വത്ത്, മാതൃസ്വത്ത്, അങ്ങനെയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളിലും ചന്ദ്രൻ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ്. ഒരു ജാതകൻ മനസ്സുകൊണ്ട് എന്ത് ചിന്തിക്കുന്നുവോ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും ചന്ദ്രൻ സ്വാധീനിക്കുന്ന ഗ്രഹമാണ്. ഇപ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. നമ്മുടെ മനസ്സിലേക്ക് ധനപരമായ വിഷയം ഓടി വരും, മക്കളെക്കുറിച്ചുള്ള സ്ഥിതി ഓടി വരും, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, അങ്ങനെ വസ്തുവിനെക്കുറിച്ച്, വാഹനത്തെക്കുറിച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ചന്ദ്രൻ നമ്മളെ അതിനകത്ത് സ്വാധീനിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയണം. അങ്ങനെ ചന്ദ്രൻ സ്വാധീനിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട്, ബലമുള്ള ചന്ദ്രൻ വന്നു ചേരുന്നതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഉച്ചവരെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഉച്ചയ്ക്ക് ശേഷം മോശമായ അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ വന്നു ചേരുക. കാരണം ചന്ദ്രൻ 12ാം ഭാവത്തിലേക്ക് കടന്നു വരുന്നു. നഷ്ടഭാവത്തിലേക്കാണ് ചന്ദ്രൻ കടന്നു വരുന്നത്. അപ്പോൾ ആരോഗ്യസ്ഥിതിക്ക് ദോഷം വന്നു ചേരാം. ഈ ജാതകർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും, എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവിടെയെല്ലാം ഇവർക്ക് നഷ്ടസാധ്യത വന്നു ചേരുന്നു, അല്ലെങ്കിൽ ചെലവിൻ്റെ സാധ്യത വന്നു ചേരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ മനസ്സുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കുന്നു, ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നു, മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നു, ഭാര്യയെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നു,
അച്ഛനെക്കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ മനുഷ്യജീവിതവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ മനസ്സിൻ്റെ കാരക ഗ്രഹമാണ്. അപ്പോൾ ഈ ചന്ദ്രൻ നഷ്ടഭാവത്തിലേക്ക് വന്നു ചേരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നമുക്ക് നഷ്ടസാധ്യത ഉണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ചിങ്ങക്കൂറുകാരുടെ അനുഭവം ഇതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ വന്നു ചേർന്നാലും അതിലും മെച്ചമായിട്ടുള്ള അനുഭവങ്ങളാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം വന്നു ചേരുക. അവർ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരു വിജയം അനുഭവിക്കാൻ പറ്റും. അതാണ് ഒരു പ്രത്യേകത. കാരണം 12ാം ഭാവത്തിലേക്ക് ചന്ദ്രൻ കടന്നു വരുന്നു. ബലവാനായ ചന്ദ്രനാണ് 12ലേക്ക് കടന്നു വരുന്നത്. ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ കഴിയും. നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചോ, ഭർത്താവിനെക്കുറിച്ചോ, ഭാര്യയെക്കുറിച്ചോ, മക്കളെക്കുറിച്ചോ, തൊഴിലിനെക്കുറിച്ചോ, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചോ, നിങ്ങളുടെ കടബാധ്യതകളെക്കുറിച്ചോ, നിങ്ങൾ ആരോടെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യത്തെക്കുറിച്ചോ, എന്ത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അതിനെക്കുറിച്ചെല്ലാം നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അനുകൂലമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ചന്ദ്രൻ തരും എന്ന് തന്നെ വിശ്വസിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള വലിയൊരു നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ തിങ്കളാഴ്ച ദിവസം. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുതയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും നിങ്ങളെ അലട്ടാതെ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടി വലിയൊരു നേട്ടം, തൊഴിൽ ഗുണം, ധനനേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുമുഖേന നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു ദിവസമാണെന്ന് പറയാം. അപ്പോൾ 9ാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വലിയൊരു നേട്ടം വന്നു ചേരുന്നത് തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടമാണ്. അതുപോലെ തന്നെ ആ നേട്ടത്തിൽ കൂടി നിങ്ങൾക്ക് ധനനേട്ടം വന്നു ചേരും. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. തീർച്ചയായിട്ടും ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഒരു നേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണ്. അവരെ പ്രസിദ്ധരാക്കുവാൻ തക്കവണ്ണമുള്ള അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതലാണെന്നുള്ളത് മനസ്സിലാക്കണം. തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതലാണ് ജീവിതത്തിൽ വലിയൊരു മാറ്റം, ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. അതുവരെ മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ 12 മണിക്ക് ശേഷം ജീവിതം മാറി മറിയുകയാണ്. ധനപരമായ നേട്ടത്തേക്കാൾ കൂടുതൽ കീർത്തിയും പ്രശസ്തിയുമാണ് വന്നു ചേരുക. പ്രത്യേകിച്ച് ശാസ്ത്ര മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ജലവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയൊരു അംഗീകാരവും പ്രശസ്തിയും വന്നു ചേരുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത സുഖ സൗകര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ്. സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയം അവർക്ക് അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. സഹോദരങ്ങളെ കൊണ്ടുള്ള, സുഹൃത്തുക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഈ ജാതകർ പ്രതിസന്ധിയിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും അവരെ തേടി പ്രശസ്തിയും അംഗീകാരവും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ. ഉച്ചയ്ക്ക് 12 മണി വരെ മോശമായ അനുഭവമാണെങ്കിലും 12 മണിക്ക് ശേഷം നല്ല വാർത്ത കേൾക്കുവാൻ ഈ ജാതകർക്ക് കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഇവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുഃഖകരമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട്. ആപത്തനർത്ഥങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഭാര്യയും ഭർത്താവും കലഹിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ദേഹത്ത് മുറിവോ ചതവോ ഒക്കെ വരാം. അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കലഹത്തിലകപ്പെടാം, കലഹപ്രിയനായി മാറാം. അപ്പോൾ അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ, വിദ്യ കൊണ്ടുള്ള നേട്ടം
ഒന്നും ഉണ്ടാകുന്ന ദിവസമല്ലായിരിക്കും തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും വിദ്യാഭ്യാസം കൊണ്ടുള്ളതായ നേട്ടമൊന്നും ഈ തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരാണ് ഈ ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാർ. തിങ്കളാഴ്ച ദിവസത്തെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കുക. തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ പ്രതികൂലമായ അനുഭവങ്ങൾ ചെറിയ രീതിയിലൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. രോഗത്താൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ശത്രുതയാൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കടബാധകളാൽ, ശത്രുതയാൽ, രോഗത്താൽ ഒക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ. ഈ 12 മണിക്ക് ശേഷം ചന്ദ്രൻ അവരുടെ 7-ാം ഭാവത്തിലേക്ക് കടന്നു വരികയാണ്. കർക്കിടകൻ രാശിയിലേക്ക് കടന്നു വരികയാണ്. പൂർണ്ണ ബലമുള്ള ചന്ദ്രനാണ് കടന്നു വരുന്നത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം കൊണ്ട് അകന്നിരിക്കുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ ഒരു കാന്തം ഒട്ടിച്ചേരുന്നത് പോലെ വലിയ സ്നേഹത്തോടും ഇഷ്ടത്തോടും കൂടി ഒട്ടിച്ചേരുകയാണ്. ദാമ്പത്യ ജീവിതം ശക്തി പ്രാപിക്കുകയാണ്. തന്മൂലം പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു ചിന്ത അവരിലേക്ക് കടന്നു വരും. ഒരു മെയ്യായി, ഒരു ശരീരമായി അവർ മാറുകയാണ്. അവരുടെ ചിന്ത ഒന്നാകുകയാണ്. അവർ പിന്നെ ചിന്തിക്കുന്നത് അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ ധനസ്ഥിതിയെക്കുറിച്ചും ഒക്കെയാണ് ചിന്തിക്കുന്നത്. പുതിയ വാഹനമൊക്കെ വാങ്ങിക്കണം എന്നുള്ള ചിന്ത അവരിലുണ്ടാകും. പുതിയ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാകും. ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം. പുതിയ സ്വപ്ന ലോകത്തിലേക്ക് അവർ ഭാര്യയും ഭർത്താവും ഒന്നായിട്ട് കടന്നു പോവുകയാണ്. അവിടെ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. ചന്ദ്രൻ അവരെ ശക്തീകരിക്കുന്നു. ചന്ദ്രൻ്റെ ബലം കൊണ്ട് അവരുടെ ദാമ്പത്യ ജീവിതം ശക്തീകരിക്കുകയാണ്. അപ്പോൾ അകന്നു കഴിഞ്ഞവരാണെങ്കിൽ പോലും അവർ ഒരു ശരീരമായി, ഒരു മനസ്സായി, ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഐക്യമത്യ സൂക്താർച്ചനയൊന്നും ആവശ്യമില്ല. കാരണം അതുപോലെ ചന്ദ്രൻ ഇവർക്ക് ബലം കൊടുക്കുന്നു. ദാമ്പത്യ ജീവിതം ശക്തിപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ഒരു ബലം ചന്ദ്രൻ കൊടുക്കുന്നു. തന്മൂലം ദാമ്പത്യ ജീവിതം അഭിവൃദ്ധിയിലേക്ക് കടന്നു വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും ഇവർക്ക് വിജയം കൈവരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് വ്യാപാരികളായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ വ്യാപാര നേട്ടം നല്ല രീതിയിൽ ഉണ്ടാകുന്നൊരു ദിവസവും കൂടിയാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ മകരക്കുറുകാരെ സംബന്ധിച്ച് ധനനേട്ടം, തൊഴിൽഗുണം, ഗൃഹോപകരണ ലാഭം, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച ദിവസം 12 മണിക്ക് ശേഷമാണ് ഈ നല്ല അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതും മനസ്സിലാക്കണം. ഇനിയും കുംഭക്കുറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരുടെ കാര്യമാണ് പറയുന്നത്. തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ ഇവർക്ക് അനുകൂലമായ സമയമാണ്. അപ്പോൾ പല കാര്യങ്ങളിലും കാര്യവിജയത്തിൻ്റെ വക്കിൽ ഇവർ എത്തിച്ചേരും. 12 മണിക്ക് ശേഷം ഇവർ ഏർപ്പെട്ട കാര്യങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കാര്യപരാജയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തന്മൂലം ഇവർക്ക് ദേഷ്യം വരും. ഇവർ കോപപ്രവർത്തികളിൽ അല്ലെങ്കിൽ കോപം പൂണ്ട് കലഹത്തിലൊക്കെ അകപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ശത്രുത വന്നു ചേർന്ന് ശത്രുക്കൾ ഇവരെ കീഴ്പ്പെടുത്തുവാനും ശത്രുവിൻ്റെ മുമ്പിൽ തോൽക്കുവാനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളതാണ് തിങ്കളാഴ്ച ദിവസത്തെ ഗ്രഹനില പ്രകാരമുള്ള അനുഭവം. ചില കാര്യങ്ങളിൽ ഇവർക്ക് അനുകൂലമായ അനുഭവമുണ്ട്. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നേട്ടമുണ്ടെങ്കിലും ഇവർക്ക് കാര്യപരാജയം ഉണ്ടാകുവാനും അത് ശത്രുതയിൽ എത്തിച്ചേരുവാനും കോപം കൊണ്ട് ദേഷ്യം വന്നു ചേർന്ന് പല പാപപ്രവർത്തികളും തെറ്റായ കാര്യങ്ങളും ചെയ്യുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അത് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് കുംഭക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കുറാണ്. മീനക്കുറിൽപ്പെട്ട പുരുട്ടാതി, കാല്, തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ അവരുടെ 4-ാം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ശശിമംഗള യോഗം ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തന്മൂലം വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ ഒരു സാധാരണ അനുഭവത്തെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ ഈ 12 മണിക്ക് ശേഷം ചന്ദ്രൻ അതിൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകൻ രാശിയിലേക്ക്, മീനക്കുറുകാരുടെ 5-ാം ഭാവത്തിലേക്ക് കടന്നു ചെല്ലുന്നു. തന്മൂലം മീനക്കുറുകാർക്ക് ധനം വന്നു ചേരുന്നു, കാര്യവിജയം ഉണ്ടാകുന്നു, ബന്ധുബലം ഉണ്ടാകുന്നു, മറ്റുള്ളവരോട് ദയ കാണിക്കാനുള്ളൊരു മനസ്സുണ്ടാകുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നു. നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. അപ്പോൾ ഈ ജാതകർക്ക് മനസ്സിന് സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പുത്രഗുണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. നീതിബോധത്തോടു കൂടി പ്രവർത്തിക്കും. മറ്റുള്ളവരോട് കരുണ കാണിക്കും. ദയ തോന്നും.
അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രത്യേകതകൾ ഈ മീനക്കുറുകാർക്ക് വന്നു ചേരും. അത് തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ്. അതുവരെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നഷ്ടമോ വലിയ നേട്ടമോ വന്നു ചേരാത്ത ഒരു സാധാരണ ജീവിതാനുഭവത്തേക്കാൾ കുറച്ചുകൂടി മെച്ചമായ അനുഭവത്തിൽ കൂടി അവർ കടന്നു പോകുമെങ്കിലും 12 മണിക്ക് ശേഷം അവരുടെ മനോഗതിയൊക്കെ മാറുകയാണ്, ചിന്തകളെല്ലാം മാറുകയാണ്. പിന്നെ അവർ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സിന് ഉടമസ്ഥരാകുകയാണ്. ദയ കാണിക്കണം, മറ്റുള്ളവരോട് ദയ കാണിക്കണം എന്നുള്ളൊരു ചിന്ത അവരിൽ വന്നു ചേരുകയാണ്. അങ്ങനെ ദൈവികമായ ഒരുപാട് കാര്യങ്ങൾ അവരിൽ വന്നു ചേരുന്നു. പുത്രന്മാരെ കൊണ്ടുള്ള നല്ല അനുഭവം അവർക്ക് വന്നു ചേരുന്നു. ഇങ്ങനെ ഈ അനുഭവങ്ങളിൽ കൂടി അത് ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം, തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അങ്ങനെ ഒരുപാട് മറ്റ് കാര്യങ്ങളെ കേന്ദ്രീകരിച്ചും പോകുന്നു. എല്ലാ കാര്യങ്ങളും നന്മ തന്നെയാണ് വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി മീനക്കുറുകാർ തിങ്കളാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.